പല മോഹങ്ങളിൽ അനേക കുഞ്ഞുങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ സമപ്രായക്കാരായിക്കോട്ടെ, ഞങ്ങൾക്ക് മൂത്തവരായിക്കോട്ടെ, ഇളയവരായിക്കോട്ടെ, മയക്കുമരുന്ന് കേസുകളായാലും അനേക കേസുകളിൽ അകപ്പെട്ടു പോകുമ്പോഴും അതിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തിയ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനാണ്. ഞങ്ങളെ അതിൽ നിന്ന് മാറ്റിയ വ്യക്തിയുടെ പേര് യേശു എന്നാണ്. ഞാൻ 100% ഒരു ഉറപ്പ് തരാം. നിങ്ങൾ ഈ വ്യക്തി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ, നിങ്ങൾ ഇപ്പൊ ഏത് പ്രതിസന്ധികളിലായിക്കോട്ടെ, നിങ്ങൾ ഏത് കഷ്ടതയുടെ നടുവിലായിക്കോട്ടെ, ഏത് രോഗങ്ങൾ അനേക വർഷങ്ങളാൽ ഭാരപ്പെട്ട് നിൽക്കുന്ന ഒരു സമയങ്ങളിലായിക്കോട്ടെ, ഞാൻ ഒരു 100% ഉറപ്പ് തരാം. ഈ ദൈവത്തെ നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് സ്വീകരിച്ചാൽ, യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ ദൈവം നിങ്ങളെ ഏത് പ്രതിസന്ധികളിൽ നിന്നാലും ദൈവം മാറ്റും. അത് 100% ഉറപ്പാണ്. ഈ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നത് എന്തിനാന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ലോകത്തിൽ ഒരു മയക്കുമരുന്ന് കേസുകളിലും അനേക കേസുകളിലും പോകാനുള്ള ഒരു ഇത് ഞങ്ങൾക്ക് തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ, ഒരു മാതാവോ ഒരു പിതാവോ ചെയ്യാത്തൊരു കാര്യം ഞങ്ങളുടെ ദൈവം ചെയ്തു. കാരണം വെച്ചാൽ, ഒരു മാതാവ് ഒരു പിതാവും തന്റെ കുഞ്ഞിനെ ഇട്ടുകൊടുക്കത്തില്ല, ഒരു ഇതിന് എന്നുവെച്ചാൽ ഒരു ബലിക്ക് ഇട്ടുകൊടുക്കത്തില്ല. പക്ഷെ ദൈവം ഈ താഴ്ന്ന ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മളെ പാവങ്ങൾക്ക് വേണ്ടി, നമ്മൾ ഇത് കണക്കൊരു പാവങ്ങൾ ചെയ്ത് മയക്കുമരുന്നിനായുള്ള ഓരോന്നും ചെയ്യാൻ വേണ്ടി നമ്മളെ ദൈവം ഈ താഴ്ന്ന ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മളെ പാവങ്ങൾക്ക് പരിഹാരമായി ദൈവം ക്രൂശിൽ യാഗമായി. ഒരു മനുഷ്യൻ ഇത്രയൊന്നും, നമ്മളൊരു കൂട്ടുകാർക്കായിട്ട് ഒരു ആൾക്കാർക്കായിട്ട് ഒരു മനുഷ്യന് ഇത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ ഇത്രയൊന്നും ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി അവൻ തന്റെ ജീവനെ നൽകി. അത് ആലോചിക്കുമ്പോൾ തന്റെ അവസാനത്തുള്ളി രക്തം വരെ ദൈവം ആ ക്രൂശിൽ എഴുതി. അത് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിലോട്ടൊന്നും പോകാനുള്ള ഒരു താല്പര്യമില്ല. കാരണം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് വെറുതെ ആവരുതെന്നുള്ള ഇതുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഏത് കഷ്ടതയുടെ നടുവിലായിക്കോട്ടെ, പ്രതിസന്ധികളിലായിക്കോട്ടെ, ഈ ദൈവത്തെ നിങ്ങൾ ഉള്ളുകൊണ്ട് സ്വീകരിച്ചാൽ, ഞാൻ ഒരു മതത്തിന്റെ ഇതിൽ പറയുന്നതല്ല, ഞാൻ 100% ഗ്യാരണ്ടിയില്ല. ഈ ദൈവത്തെ നിങ്ങൾ ഉള്ളുകൊണ്ട് സ്വീകരിച്ചാൽ നിങ്ങളെ കഷ്ടത മാറും, നിങ്ങളെ പ്രതിസന്ധി മാറും, നിങ്ങളെ രോഗങ്ങൾ മാറും. ഏത് അവസ്ഥയിലായിക്കോട്ടെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റാൻ ഈ ദൈവത്തിന് കഴിയും. നിങ്ങൾ ഇപ്പോൾ ഏത് ഇതിൽ നിന്നോട്ടെ, ഞങ്ങൾ ഈ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഓരോ സാക്ഷ്യങ്ങളുണ്ട് പറയാം. ഇവർക്ക് ഓരോ കഷ്ടതയിൽ നിന്നുള്ള ഒരു പ്രതികൂലങ്ങളിൽ നിന്ന് വന്നതാ, ഓരോ രോഗങ്ങളിൽ നിന്ന് വന്നതാ. പക്ഷെ അവരെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. ഇന്നേക്ക് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കൊച്ചിലെ ഒരു ജെന്നി എന്ന് പറയുന്ന ഒരു രോഗത്താൽ ഞാൻ ഭാരപ്പെട്ട ഒരു ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ അന്നൊക്കെ ജെന്നി എന്ന് പറഞ്ഞ സീരിയസ് ഒരു ഇതായിരുന്നു. അങ്ങനെ എന്നെ ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പൊ പറഞ്ഞു, ഇവിടെ ഇത് പറ്റത്തില്ല, ഇത് നല്ല സീരിയസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആംബുലൻസിൽ ഇവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഒരു വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എന്നാലേ ഇത് ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി. ആ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ മാതാവും എന്റെ ചർച്ചിലെ പാസ്റ്ററിന്റെ വൈഫും ഉണ്ടായിരുന്നു ആ ആംബുലൻസിൽ. ഇവർ രണ്ടുപേരും ഇരുന്ന് കരയാ. എന്ന് വെച്ചാൽ ഈ കുഞ്ഞല്ലേ, അപ്പൊ എന്റെ അവസ്ഥ കണ്ടിട്ട് അവരിന്ന് കരയാ. ഈ ഒരു ജെന്നി എന്ന് പറഞ്ഞാൽ അന്നുള്ളതെന്ന് വെച്ചാൽ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ആംബുലൻസിൽ കൊണ്ടുപോയി ഇവര് കരയോ, ഇവരിന്ന് പ്രാർത്ഥിച്ച്, ഈ ദൈവമേ, ഇത് നിന്റെ മകനാണെങ്കിൽ നീ ഇതിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ ഒരു യേശു എന്നുള്ള ഒരു വിളി വിളിച്ചപ്പോഴത്തേക്കും ആംബുലൻസ് ഹോസ്പിറ്റലിന്റെ അകത്ത് കയറിയപ്പോൾ ഡോക്ടർമാർ ഓടി വരുമ്പോൾ കതവ് തുറന്ന് നോക്കിയപ്പോൾ ആരാ രോഗിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വരെ ആക്കി. കാരണം എന്ന് വെച്ചാൽ രോഗിയായിരുന്ന വ്യക്തി വരെ എണ്ണിച്ചിരിക്കുക, ഒരു അസുഖം ഇല്ലാത്ത കണക്ക്. കാരണം വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട് എന്റെ ദൈവത്തിന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ. ഈ ദൈവം ഞങ്ങൾക്ക് ഇവിടെ ഈ ഭൂമിയിൽ വന്നത് വെറുതെ അല്ല. എനിക്ക് ഈ ദൈവം എന്റെ പാവങ്ങൾക്ക് വേണ്ടി ഈ ക്രൂശിൽ മരണപ്പെട്ട വെറുതെ അല്ല. നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു കഷ്ടത ഉണ്ടെങ്കിൽ ഒരു ദിവസം ദൈവം ഇവിടെ വരും. ഈ വരുന്ന ദിവസം നമ്മളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവം ഒരു സ്വർഗരാജ്യം എന്ന രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മളെ ആ രാജ്യം അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് യേശു എന്നൊരു വിളി വിളിച്ചാൽ നിങ്ങൾ